തലേ ദിവസം ബാക്കി വരുന്ന ചോറൊക്കെ രാവിലെ എടുത്തിട്ട് ഇതേപോലെ തയ്യാറാക്കി നോക്കിട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മുട്ടയുടെ ഒരു നനവ് തന്നെ ഉണ്ടാവും. പിന്നെ ചോറും അത്യാവശ്യം നനവുള്ളതായതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തന്നെ അത് ലൂസാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചോറെടുത്ത കപ്പിന് അതേ കപ്പിന് തന്നെ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ചോറും 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ റവയും 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് മാവ് കുറച്ച് ലൂസാണ് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ടൈറ്റായിട്ട് വരും. ഒരു 10 മിനിറ്റ് സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവൊക്കെ ഒന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് ടൈറ്റായിട്ട് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കിയിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതേപോലെ ഒരു കവർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കും ചെയ്യാം. ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഇതേപോലെ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും ചെയ്യും. നമ്മൾ പത്തിരി പ്രസ്സുമൊക്കെ പരത്തിയെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് ഓയിൽ നന്നായിട്ട് തന്നെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഇട്ടെടുക്കാം. ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഇട്ടെടുക്കാം. ഇട്ടെടുത്തതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, പപ്പടം പോലെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് സമയം തന്നെ ഇതേപോലെ പൊള്ളച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്കത് ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പൊള്ളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിലധികം ചോറൊക്കെ ബാക്കി വരുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പിന്നെ ഇതിൽ എണ്ണ കുടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പൊള്ളച്ച് വന്നിട്ടുണ്ട്. പുറം ഭാഗം ചെറിയൊരു ക്രിസ്പി ഉണ്ടാവും, ഉൾഭാഗം നല്ല സോഫ്റ്റും ഉണ്ടാവും.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.